ഹലോ ഗുഡ് മോർണിംഗ്. അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കണ്ടാലോ? രാവിലെ തന്നെ ഒരു ബൂസ്റ്റ് ഇട്ട ചായയിൽ നിന്നാവട്ടെ തുടക്കം. അപ്പോൾ ഒരു സ്പൂൺ ബൂസ്റ്റ് ഇട്ടതിന് ശേഷം ഒരു ഗ്ലാസ് ചായ കുടിക്കുന്നുണ്ട്. നമ്മൾ വിത്തൗട്ട് ചായയാണ്. ബൂസ്റ്റ് ഇട്ടുകൊണ്ട് തന്നെ നല്ലൊരു മധുരം ഫീൽ ചെയ്യും. പിന്നെ അതേ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് സാമ്പാറാണ് കേട്ടോ പ്രിപ്പയർ ചെയ്യുന്നത്. അതിനായിട്ട് ഇതേ സാമ്പാറിൻ്റെ പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഏകദേശം ഒരു 15 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. അതും കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 3-4 വിസിൽ ആ പരിപ്പും ഉള്ളിയും കൂടി ഒന്ന് വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് സാമ്പാറിന് വേണ്ട കഷ്ണങ്ങൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ഏകദേശം വലിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ കേട്ടോ. അപ്പോൾ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ, സാമ്പാറിൻ്റെ പീസ് എപ്പോഴും കുറച്ച് വലുതായിരിക്കും. അതുകൊണ്ട് നമുക്ക് വലുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റിലൊന്നാണ് കേട്ടോ ദോശ സാമ്പാർ, ഇഡലി സാമ്പാർ, ചട്നി. പക്ഷേ നമ്മൾ ഇന്ന് ചട്നി ഉണ്ടാക്കുന്നില്ല, എളുപ്പത്തിന് സാമ്പാർ മാത്രമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ഉള്ള മലക്കറിയൊക്കെ ഉപയോഗിച്ച് തട്ടിക്കൂട്ടി ഒരു സാമ്പാറാണ് കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റാണ്. ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല. ഒരു തവണയെങ്കിലും നിങ്ങളൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. എല്ലാവരും ഇതേപോലെയാണോ സാമ്പാറൊക്കെ വെക്കാറ്? ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്നെപ്പോലെ സാമ്പാർ ഈ ഇഡലിയുടെയും ദോശയുടെയും കൂടെ മാത്രം കഴിക്കുന്നവരുണ്ടോ? എനിക്ക് ചോറിൻ്റെ കൂടെ ഒട്ടും സാമ്പാർ പറ്റില്ല കേട്ടോ. ഞാൻ ആകെ ദോശയുടെ കൂടെ ഇഡലിയുടെ കൂടെ മാത്രമേ സാമ്പാർ കഴിക്കാറുള്ളൂ. നമുക്ക് പല ടൈപ്പിൽ സാമ്പാർ വെക്കാം കേട്ടോ. ഇത് വെജിറ്റബിൾസ് അധികം ഒന്നും ഇല്ലെങ്കിലും നമുക്കൊരു തട്ടിക്കൂട്ടി സാമ്പാർ നല്ല ടേസ്റ്റോടെ തന്നെ തയ്യാറാക്കാം. ഞാനിപ്പോൾ ഇന്ന് ഇതിലേക്ക് പൊട്ടറ്റോയും പിന്നെ തക്കാളി എടുത്തിട്ടുണ്ട് 2 എണ്ണം. പിന്നെ കുറച്ച് വെള്ളരി ഉണ്ടായിരുന്നു. പിന്നെ ഒരു പച്ചക്കായ ഉണ്ട്, 3-4 പച്ചമുളകും ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് വലിയ പീസാക്കി, സാമ്പാറിൻ്റെ പീസില്ലേ വലിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ ഇതേപോലെ ഒന്ന് നെടുകെ കീറിയെടുക്കാം. നമ്മുടെ എരിവിനാവശ്യമായ പച്ചമുളക് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. പിന്നീട് ഒരു പച്ചക്കായാണ് ആഡ് ചെയ്യുന്നത്. പച്ചക്ക മീൻസ് നമ്മുടെ പൊന്തങ്കായ ഇല്ലേ, പൊന്തങ്ക സാമ്പാർ കായ എന്നൊക്കെ പറയും, അതാണ് കേട്ടോ കിട്ടിയത്. അത് ഒരെണ്ണം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാമ്പാറിന് വേണ്ട വെജിറ്റബിൾസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സാമ്പാർ പരിപ്പും കൊച്ചുള്ളിയും ഒക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം കുക്കറിലേക്ക് മാറ്റിയിട്ട് ഒരു 3 വിസിൽ അത്രയും മതി. വെജിറ്റബിൾസ് അല്ലേ, 3 വിസിൽ മതി. ആ സമയം കൊണ്ടൊക്കെ നമ്മുടെ വെജിറ്റബിൾസ് നന്നായിട്ട് വെന്ത് കിട്ടും. പിന്നെ നമ്മുടെ പൊടികളൊക്കെ ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് ചട്ടി ഒന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഉലുവ പൊടിച്ചതും പിന്നെ നമ്മുടെ കായപ്പൊടി. ഇത്രയാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ പൊടികളായിട്ട് ആഡ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ സാമ്പാർ പൊടികളുണ്ടെങ്കിൽ അതായിരിക്കും എളുപ്പം. ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും ചെയ്യാറ്. പെട്ടെന്ന് തന്നെ ഇതൊന്ന് ചെറിയ തീയിൽ അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നിടം വരെ നമുക്ക് പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് വെന്ത് വന്ന വെജിറ്റബിൾസ് ഇല്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെൻ്റെ ഒരു തട്ടിക്കൂട്ടി സാമ്പാറാണ് കേട്ടോ. ഇത് നല്ല രീതിയിൽ സാമ്പാർ വെക്കുന്നവർക്കൊന്നും ഇത് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. എന്നാലും പെട്ടെന്ന് തട്ടിക്കൂട്ടി തയ്യാറാക്കാവുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാറാണ്. ഇഷ്ടമാണെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണേ നിങ്ങളെല്ലാവരും. ഇപ്പോൾ നമ്മുടെ പൊടിയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. തലേന്ന് വൈകിട്ട് നമ്മൾ ദോശയ്ക്കുള്ള മാവ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ട് നല്ല പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ
അപ്പോൾ മാവ് തയ്യാറായിട്ടിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ചുടുന്ന സമയത്ത് ഉപ്പ് മാത്രം ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി നമുക്ക് ചുട്ടെടുക്കാം. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കാം. ഈ ബാറ്റർ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ വെന്ത് വന്ന വെജിറ്റബിൾസ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ നമ്മുടെ ഏകദേശം സാമ്പാറിൻ്റെ ഒരുവിധം കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. പരിപ്പൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ ഫസ്റ്റ് തന്നെ പരിപ്പും കൊച്ചുള്ളിയും കൂടി 3-4 വിസിലൊന്ന് അടിച്ച് അതൊന്ന് ഉടച്ചെടുത്തു. അതിന് ശേഷമാണ് ഇവിടെ വെജിറ്റബിൾസ് ഇട്ട് വേവിച്ചെടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് പിഴുപുളി ഉണ്ടല്ലോ, പിഴുപുളി സോക്ക് ചെയ്ത് ഒഴിച്ചു കൊടുക്കണേ. ഞാൻ കുറച്ച് പുളി, ഒരു കൈപ്പിടി പുളി ഞാൻ ഒന്ന് കുതിരാൻ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും പുളിവെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ചൂടായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ റെഡിയായി കിട്ടും. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് വരാം കേട്ടോ. ഇതേപോലെ സാമ്പാർ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചുമ്മാതെ പറയുമല്ല, നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. ഈ സമയത്ത് നമുക്ക് ഉപ്പും എരിവും ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കായപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ. പിന്നെ ഇത് വറവിടണമെങ്കിൽ നിങ്ങൾക്ക് വറവിടാം. ഞാനിപ്പോൾ ഓയിൽ ഉപയോഗിക്കേണ്ടാത്തത് കൊണ്ട് തന്നെ വറവിടുന്നില്ല കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കടുകും വറ്റൽമുളകും ഉള്ളിയും എല്ലാം കറിവേപ്പിലയും എല്ലാം കൂടെ ചേർത്ത് വറവിട്ടെടുക്കുക കേട്ടോ. വറവിട്ടെടുക്കുമ്പോൾ ഒന്നുകൂടി ഒരു ടേസ്റ്റാണ്. പിന്നെ ഓയിൽ അധികം ഉപയോഗിക്കാത്തത് കൊണ്ട് ഞാൻ വറവിടുന്നില്ല. വറവിടാതെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ സമയം കൊണ്ട് നമ്മുടെ ദോശ റെഡിയായി വരുന്നുണ്ടേ. അപ്പം നല്ല ചൂട് ദോശയും സാമ്പാറും ഈ കോംബോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചായയും റെഡി ആയിട്ടുണ്ട്, ദോശയും സാമ്പാറും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്യാൻ ആരും മടിക്കണ്ട, ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് ഇനിയും കാണാം. ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.